Welcome to Polar Grammar Classes. Today we have active voice and passive voice. അപ്പം ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ അർത്ഥവ്യത്യാസമില്ലാതെ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെയും ഓബ്ജക്റ്റിനെയും മാറ്റി പറയുന്നതിനാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആക്റ്റീവ് വോയിസും ഓബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാസീവ് വോയിസുമാണ്. അപ്പം ഇനി നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചേഞ്ച് സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്. ദാറ്റ് ഈസ് the subject of the active voice becomes object of the passive voice and object of the active voice becomes subject of the passive voice. Then second one, add auxiliary verb. There we must add a suitable auxiliary verb. Then third rule, use V3 form of the verb. Fourth, add by. These are the rules of changing active voice into passive voice. Now we can take some examples. Geeta sings a song. അപ്പം ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം നമുക്ക് ആദ്യം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് എങ്ങനെ അതിൻ്റെ പാസീവ് ഫോമിലേക്ക് മാറ്റാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ സെൻറ്റൻസ്, ഗീതു സിങ്സ് എ സോങ്. ഹിയർ subject is ഗീതു, object is a song. അപ്പം ആദ്യമേ ഞാൻ പറഞ്ഞ് ഈ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവിലെ ഓബ്ജക്റ്റ് ആവും. ആക്റ്റീവ് വോയിസിലെ ഓബ്ജക്റ്റ് പാസീവ് വോയിസ് വരുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റായിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ഓബ്ജക്റ്റ് എ സോങ് ആണ്. അപ്പം നമ്മളത് എഴുതണം, എ സോങ്. പിന്നെ വെർബ് കൊടുത്തേക്കുന്ന സിങ്സ് ആണ്. സിങ്സ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ്, ആം ഓർ ആർ. അല്ലെങ്കിൽ ഈസ് ഓർ അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അത് സബ്ജക്റ്റിന് സൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യണം. അപ്പം നമുക്കിവിടെ സബ്ജക്റ്റ് എ സോങ് ആണ്. അപ്പോൾ എ സോങ് ആകുമ്പം സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ ഈസ് എഴുതുന്നു. എ സോങ് ഈസ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ റൂളിൽ പറഞ്ഞേക്കുന്നത് V3 ഫോം ഓഫ് ദി വെർബാണ്. V3 ഫോം, ഇപ്പോൾ സിങ് ആണ് വെർബ്. സിങ്ങിൻ്റെ V3 ഫോം സിങ്, സാങ്, സങ്. അപ്പോൾ V3 ഫോം സങ് ആണ്. പിന്നെ നമ്മളൊരു ആഡ് ബൈ പറയുന്നുണ്ട്. വീണ്ടും ഒരു ബൈ ചേർക്കുന്നു. പിന്നെ അവസാനം ആ സബ്ജക്റ്റ് ഓബ്ജക്റ്റായിട്ട് മാറ്റി എഴുതുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എ സോങ് ഈസ് സങ് ബൈ ഗീതു. അനദർ എക്സാമ്പിൾ, റാണി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഹിയർ object is English. Object becomes the subject of the passive voice. അപ്പോൾ ആദ്യം നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്നു. ഇംഗ്ലീഷ് വെർബ് ടീച്ചേഴ്സ് ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചെയ്യുന്നത് എല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം ടീച്ചേഴ്സ്, ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് ആകുമ്പോൾ നമ്മൾ സാധാരണ ഈ സബ്ജക്റ്റ് സിംഗുലറായിട്ടാണ് എടുക്കുന്നത്. അപ്പോഴാണ് ടീച്ചേഴ്സ് വരുമ്പം ഈസ് വരും. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്. പിന്നെ V3 ഫോം, ടീച്ചിൻ്റെ V3 ഫോം ടോട്ട്. ഇംഗ്ലീഷ് ഈസ് taught by Rani. Then another example, they play cricket. അപ്പോൾ ഇവിടുത്തെ ഓബ്ജക്റ്റ് ക്രിക്കറ്റ് ആണ്. ഇപ്പോൾ പാസീവ് വോയിസിൽ അത് സബ്ജക്റ്റായിട്ട് വരുന്നു. ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ദേ എന്നുള്ള സബ്ജക്റ്റ് ദെം ആയിട്ട് മാറുന്നു. അപ്പോൾ ആ സബ്ജക്റ്റിൽ വരുന്ന വ്യത്യാസം ഞാനിപ്പം ഡിഫൈൻ ചെയ്യാം ഈ എക്സാമ്പിൾസ് കഴിഞ്ഞിട്ട്. ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ദം. അനദർ എക്സാമ്പിൾ, ഐ ഡ്രിങ്ക് ടീ. ഇപ്പോൾ ടീ നമ്മൾ സബ്ജക്റ്റായിട്ട് എഴുതുന്നു. ടീ ഈസ് ഡ്രങ്ക് ബൈ മീ. ഐ എന്നുള്ളത് മാറി മീ ആയിട്ട് വരുന്നു. ഹീ ഇൻവൈറ്റ്സ് ദം. ദം എന്നുള്ളതാണ് ഇവിടെ ഓബ്ജക്റ്റ്. അത് സബ്ജക്റ്റായിട്ട് വരുമ്പം ദം എന്നുള്ളത് മാറി ദേ ആകുന്നു. ദേ ആർ. ഇപ്പം ഈസോ ആമോ ആറോ നമുക്ക് എഴുതാം ആക്സിലറി വെർബായിട്ട്. സബ്ജക്റ്റിനനുസരിച്ച് ദേ വന്നതുകൊണ്ട് അവിടുത്തെ ആക്സിലറി വെർബ് ആറാണ്. ദേ ആർ ഇൻവൈറ്റഡ് ബൈ ഹിം ആയിട്ട് മാറുന്നു.
യു ബൈ എ മൊബൈൽ ഫോൺ. ഇവിടെ ഒബ്ജക്റ്റ് എ മൊബൈൽ ഫോൺ ആണ്. എ മൊബൈൽ ഫോൺ ആണ് സബ്ജക്റ്റ്. എ മൊബൈൽ ഫോൺ ഈസ് ബോട്ട് ബൈ യു. യു വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റിന് ഒരു മാറ്റവും ഇല്ല. യു അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇനി നമുക്ക് ആ സബ്ജക്റ്റിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐ മീ ആയിട്ട് മാറും. അപ്പോൾ ആക്റ്റീവ് വോയിസിലെ ഐ പാസീവ് ഫോമിൽ വരുമ്പോഴത്തേക്കും ആ ഐ മാറി മീ ആകും. ഹി ഹിം, ഷീ ഹെർ, യു യു തന്നെ, ഒരു ചേഞ്ചസും അവിടെ വരുന്നില്ല. ദേ ദം, വി അസ്, ഹു ഹൂം. അപ്പോൾ ഇപ്പം നമ്മൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എങ്ങനെ ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് എങ്ങനെ പാസീവ് ഫോമാക്കി മാറ്റാമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ ടെൻസ്, പ്രസൻറ്റ് ടെൻസിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്കറിയാം ഐ ആം ഡ്രിങ്കിങ് ടീ, ഗീതു ഈസ് സിംഗിങ് എ സോങ്. ഇതാണ് എക്സാമ്പിൾസ് എന്തിനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസീവ് ഫോം കണ്ടെത്തുന്നു. പഴയതുപോലെ തന്നെ ഇതിനകത്തെ വെർബിന് മാത്രമേ മാറ്റമുള്ളൂ, സബ്ജക്റ്റൊക്കെ അത് തന്നെ. എ സോങ് ആണ് ആദ്യത്തെ സെൻറ്റൻസിൻ്റെ ഓബ്ജക്റ്റ്. പാസീവ് ഫോമിൽ വരുമ്പോൾ അത് സബ്ജക്റ്റായിട്ട് മാറുന്നു. എ സോങ് ഈസ് ബീയിങ് സങ് ബൈ ഗീതു. അപ്പം ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. അപ്പം ഇവിടെ നമ്മൾ ഓബ്ജക്റ്റ് ആദ്യം എഴുതി പാസീവിൻ്റെ സബ്ജക്റ്റ് ആക്കി എ സോങ്. പിന്നെ ഈസ് അതുപോലെ എഴുതുന്നു. ഈ സിംഗിങ് ആയതുകൊണ്ട് ഈസ് അതുപോലെ എഴുതി. ഈസ് മാറിയിട്ട് ബീയിങ് ചേർക്കുന്നു. പിന്നെ സിംഗിൻ്റെ V3 ഫോമാണ് അവിടെ എഴുതുന്നത്. എ സോങ് ഈസ് ബീയിങ് സങ് ബൈ ഗീതു. നെക്സ്റ്റ് സെൻറ്റൻസ്, റാണി ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഈസ് ബീയിങ് ടോട്ട് ബൈ റാണി. തേർഡ് എക്സാമ്പിൾ, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഇവിടെ ദേ ആർ വന്നിട്ടുണ്ടെങ്കിലും ക്രിക്കറ്റ് ആണ് നമ്മൾ ഒബ്ജക്റ്റായിട്ട്, ഇതിലത്തെ ഒബ്ജക്റ്റ് ക്രിക്കറ്റ് ആണ്. അത് നമ്മൾ സബ്ജക്റ്റ് ആക്കി വരുമ്പോഴാണ് ഇതിവിടെ സിംഗുലറാണ്. അപ്പം ആറല്ല നമ്മൾ എഴുതേണ്ട ഈസ് ആണ്. ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ ദം. ഐ ആം ഡ്രിങ്കിങ് ടീ. ടീ ഈസ് ബീയിങ് ഡ്രങ്ക് ബൈ മീ. മീ ആയി മാറും. ടീ ഈസ് ബീയിങ് ഡ്രങ്ക് ബൈ മീ. ഹീ ഈസ് ഇൻവൈറ്റിംഗ് ദം. ദേ ആയി മാറുന്നു. ദേ ആർ ബീയിങ് ഇൻവൈറ്റഡ് ഹിം. You are buying a mobile phone. A mobile phone is being bought by you. അപ്പം ഇത്രയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി അടുത്ത പ്രസൻറ്റ് ഫോം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അപ്പം നമുക്കറിയാം എക്സാമ്പിൾസ്, ഗീതു ഹാസ് സങ് എ സോങ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസീവ് ഫോം എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ഇതാണ് ടെൻസിൽ വരുന്ന വ്യത്യാസം, വെർബിൽ വരുന്ന വ്യത്യാസം. പിന്നെ നമ്മൾ ആ 4 റൂൾസ് നേരത്തെ പഠിച്ചതുകൊണ്ട് സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ബിക്കംസ് ഓബ്ജക്റ്റ് ഓഫ് ദി പാസീവ് വോയിസ് ആൻഡ് ഓബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ബിക്കംസ് സബ്ജക്റ്റ് ഓഫ് ദി പാസീവ് വോയിസ്. then ആക്സിലറി വെർബ് ആഡ് ചെയ്യുന്നു. ദെൻ യൂസ് V3 ഫോം ഓഫ് ദി വെർബ് ആഡ് ബൈ. ഇത് റൂൾസ് തന്നെ. അപ്പോൾ ആദ്യം നമ്മുടെ സെൻറ്റൻസ്, ഗീതു ഹാസ് സങ് എ സോങ്. അപ്പോൾ ഇവിടുത്തെ ഓബ്ജക്റ്റ് എ സങ് ആണ്. അത് പാസീവ് വോയിസിലാണ്, അത് സബ്ജക്റ്റ് ആയിട്ട് വരുന്നു. എ സോങ് ഹാസ് ബീൻ സങ് ബൈ ഗീതു. അപ്പം പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെ V3യിലാണ് വെർബ് ഫോം തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ V3 കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ല, അത് തന്നെ എഴുതിയാൽ മതി. പിന്നെ ഒരു ബീൻ മാത്രമേ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഹാസും ഹാവും ഏത് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. റാണി ഹാസ് ടോട്ട് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഹാസ് ബീൻ ടോട്ട് ബൈ റാണി. ദേ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഹാസ് ബീൻ പ്ലേഡ് ബൈ ദം. ദേ വന്നതുകൊണ്ടാണ് അവിടെ ഹാവ് വന്നത്. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് വന്നു. പക്ഷേ ക്രിക്കറ്റ് വന്നപ്പോഴത്തേക്കും സബ്ജക്റ്റ് സിംഗുലറായി, അപ്പോൾ ഹാവിന് പകരം ഹാസ് ചേർക്കുന്നു. ക്രിക്കറ്റ് ഹാസ് ബീൻ പ്ലേഡ് ബൈ ദം. ഐ ഹാവ് ഡ്രങ്ക് ടീ. ടീ ഹാസ് ബീൻ ഡ്രങ്ക് ബൈ മീ. ഹി ഹാസ് ഇൻവൈറ്റഡ് ദം.
They have been invited by him. You have bought a mobile phone. A mobile phone has been bought by you. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസീവ് ഫോം കണ്ടെത്തിയത്. ഇനി അടുത്ത ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസീവ് ഫോം ഇല്ല.